ഷൂട്ടിംഗ് ടൈമിൽ നമ്മൾ ചിലപ്പോൾ സൗന്ദര്യപ്പിണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വാക്കുകൾക്കും വഴക്കൊക്കെ ഉണ്ടായി, ഡയറക്ടറായിട്ടും ബാക്കിയുള്ള ആൾക്കാരായിട്ടും. സ്പടികം പോലൊരു സിനിമ ഇനി ചെയ്യണമെന്ന് ചോദിച്ചാൽ തിലകനും KPC ലളിത ചേച്ചിയും ഇങ്ങനത്തെ ആൾക്കാർ, രാജൻ പി ദേവ്, നെടുമുടി വേണം, എവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? നമസ്കാരം, എൻ്റെ പേര് ഗുഡ് നൈറ്റ് മോഹൻ. ഞാൻ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു 35 സിനിമകളും ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ അയ്യർ ദ ഗ്രേറ്റ്, കിലുക്കം, കാലാപാനി, പിന്നെ ഞാൻ ഗന്ധർവൻ, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതിലൊന്നാണ് സ്ഫടികം. സ്ഫടികത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നേരം പറയാനുണ്ട്. നിങ്ങൾ ബോറടിക്കും. ഞാൻ ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. സ്ഫടികം ഭദ്രൻ കഥ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭദ്രൻ ശരി, നിങ്ങൾ ലാലിൽ സംസാരിക്കും, ലാലിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് ലാൽ എന്താ പറയണമെന്ന് നോക്കും. അപ്പോൾ അന്ന് ഞാൻ ലാലിൻ്റെ കൂടെ 3 പടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത സമയമാണ്. 3 പടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത സമയമാണ്. അപ്പോൾ ഭദ്രൻ കഥ പറഞ്ഞപ്പോൾ ലാലിനും ഇഷ്ടമായി കഥ. ലാൽ പറഞ്ഞു, ആരെ പ്രൊഡ്യൂസറെന്ന് ചോദിച്ചു. അപ്പോൾ ഭദ്രൻ പറഞ്ഞു, ഗുഡ് നൈറ്റ് മോഹൻ. അപ്പോൾ ലാലിനൊരു ചെറിയ വിഷമം എന്താ, 3-4 പടം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ലാലിനെ ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ചോ എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, ഇത്തവണ ഒന്ന് മാറ്റി വേറെ ആരെങ്കിലും ചെയ്യിക്കാം. അപ്പോൾ ശരി, അതാലോചിക്കാം. മോഹൻ ചേട്ടൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു പടം മാറ്റി ചെയ്തില്ലെങ്കിൽ അത് ആൾക്കാർ പലതും പറയും എന്ന് പറഞ്ഞ് ഭദ്രൻ വേറെ പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചു. ഞാൻ പ്രൊഡ്യൂസർ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം കഥയിൽ ഒരുപാട് ഡൗട്ട് പറഞ്ഞു. ഈ മുണ്ട് പറിച്ചടി ശരിയാവില്ല, ലാൽ മുണ്ട് പറിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടാവില്ല, അതുപോലെ 1-2 തെറിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വേണ്ട. അപ്പോൾ ഭദ്രൻ എന്ന ഡയറക്ടർ അറിയാമല്ലോ, അദ്ദേഹം എത്ര ലേറ്റായാലും എന്തെല്ലാം ചെയ്താലും അങ്ങോട്ട് എന്ത് വേണോ അത് ഷൂട്ട് ചെയ്തിട്ട് അടങ്ങും. അങ്ങോട്ട് ഒരു സജഷനും വാലിഡേറ്റഡ് സജഷൻ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. അങ്ങനെ കേൾക്കാത്ത ഒരാളാണ് ഭദ്രൻ. ഫയൽ മടക്കി ലാലിൻ്റെ അടുത്ത് വീണ്ടും പോയി. അതെ, ആ പ്രൊഡ്യൂസർ, നിങ്ങൾ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് ചെയ്യേണ്ടെന്ന് പറയുന്ന ആൾ മുണ്ട് പറിച്ചിട്ട് ശരിയാവില്ല, മോഹൻ സാർ റെഡിയാണ്, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്താൽ എന്താ കുഴപ്പം, അങ്ങനെ ശരി ചെയ്തോട്ടെ, മോഹൻ സാർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. പടം തുടങ്ങാൻ നമ്മൾ ചെയ്തത് ആദ്യത്തെ ഫൈറ്റാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ അന്ന് ഞാൻ ലൊക്കേഷൻ വന്നിരുന്നു. ഞാൻ സാധാരണ ലൊക്കേഷനിൽ പോകാറില്ല അധികം. ഞാൻ ലൊക്കേഷൻ വന്ന് എൻ്റെ കൂടെ ബോണി കപൂർ, ഷബാന ആസ്മി, ജാവേദ് അക്തർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഷൂട്ടിങ് കണ്ടു. ആ ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു, ആ ഫൈറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തീർന്നു വിചാരിച്ചു. ഞങ്ങളൊരു 45-50 ദിവസത്തിൽ ഷൂട്ടിങ് തീരും വിചാരിച്ചു. തീർന്നില്ല. ലാലിന് വേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഓരോ ആർട്ടിസ്റ്റിനും ഒരുപാട് ആർട്ടിസ്റ്റുള്ള സിനിമയാണ് അത്. ഇതിലെ ഏറ്റവും വലിയ സങ്കടം ഈ പടത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ അഭിനയിച്ച ഒരു 13 പേരോളം ഇന്നില്ല. അങ്ങനത്തെ കലാകാരന്മാരെ റീപ്ലേസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയൊരു സ്ഫടികം പോലൊരു സിനിമ ഇനി ചെയ്യണമെന്ന് ചോദിച്ചാൽ തിലകനും KPC ലളിത ചേച്ചിയും ഇങ്ങനത്തെ ആൾക്കാർ, മറ്റേ രാജൻ പി ദേവ്, നെടുമുടി വേണം, എവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അത് കാരണം ഇവരുടെ കോമ്പിനേഷൻ എല്ലാം കൂടി ലേറ്റായി 1 കൊല്ലത്തിന് മേലെടുത്ത് പടം. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വാക്കുകൾക്കും വഴക്കൊക്കെ ഉണ്ടായി, ഡയറക്ടറായിട്ടും ബാക്കിയുള്ള ആൾക്കാരായിട്ടും. ലാലിനെ പോയി ഞാൻ 4 വട്ടം കണ്ടു. ഒന്ന് അവസാനിപ്പിക്കണത് ഒരുപാട് കാശായിട്ടുള്ള സിനിമയാണ്. നല്ല അന്നത്തെ കാലത്ത് വലിയ കോസ്റ്റ്ലി സിനിമയത്. ലോറി കത്തിയിലും ജീപ്പ് കത്തിയിലും. അപ്പോൾ തീർന്നു. അവസാനം പടം തീർത്ത് പടം റിലീസായപ്പോൾ ഈ ദേഷ്യവും സങ്കടമൊക്കെ മാറി. അത്രയും വലിയൊരു ഹിറ്റ്, അത്രയും നല്ലൊരു അഭിപ്രായം നേടിയൊരു പടവും എല്ലാം കൂടി കോമ്പിനേഷനായിരുന്നു. ആൾക്കാരുടെ പെർഫോമൻസും ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസും മേക്കിംഗ് പ്രോഫിറ്റ്, പിന്നെ ഒരു അഭിപ്രായം, രണ്ടും കൂടി സാധാരണ വരാറില്ല. നമ്മൾ പടം റിലീസായിട്ട് പ്രസിഡൻറ്റ് വിളിച്ച് ചോദിക്കും, എങ്ങനെയാണ് പടം? സാർ നല്ല അഭിപ്രായമാണ്, പക്ഷേ കളക്ഷൻ കുറവാണെന്ന് പറയും. അത് കാര്യമില്ലല്ലോ, നമുക്ക് കളക്ഷനാണ് വേണ്ടത്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വളരെ അപൂർവം സിനിമ അങ്ങനത്തെ വളരെ അപൂർവം സിനിമകളേ ഉള്ളൂ. ഇതിന് എല്ലാ പടങ്ങളിലും, ഞാൻ ചെയ്ത എല്ലാ പടങ്ങളെക്കാളും കൂടുതൽ അഭിപ്രായം ഇങ്ങനൊരു സബ്ജക്റ്റ്, അത് ഭദ്രനെ ഹാൻഡിൽ ചെയ്ത രീതി, അതൊക്കെ ഭദ്രൻ്റെ ഒരു സ്പെഷ്യൽ കഴിവ് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഷൂട്ടിംഗ് ടൈമിൽ നമ്മൾ ചിലപ്പോൾ സൗന്ദര്യ പടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ പടം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഇത് കൊള്ളാൻ പറ്റില്ല,
എന്ന് പറയാൻ തോന്നും നമുക്ക് തന്നെ, ബാക്കിയുള്ളതൊക്കെ മറന്നിട്ട്. അങ്ങനെയാണ് സ്ഫടികത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇടയിൽ ലാലിന് സുഖമില്ലാണ്ടായി, പുള്ളി ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് ദുബായിലായിരുന്നു, എനിക്ക് പോയി കാണാൻ പറ്റിയില്ല ലാലിനെ. അപ്പോൾ ലാലിനൊരു ചെറിയ സൗന്ദര്യപ്പണൊക്കെ ഉണ്ടായിരുന്നു അതിൽ. മോഹൻ ചേട്ടൻ്റെ അടുത്ത ആളാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് അറിഞ്ഞില്ല, നിങ്ങളെല്ലാവരും ഒരു സൂചികത്സയ്ക്ക് പോകാൻ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് വരാതിരുന്നു, അല്ലെങ്കിൽ ഞാൻ വന്നേനെ. അതൊക്കെ തീർന്നു. പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. ലാലിൻ്റെ കുട്ടികളുടെ സ്വഭാവം ലാലിന്. സ്ഫടികം റിലീസ് ചെയ്തിട്ടൊരു 28 കൊല്ലങ്ങൾക്കപ്പുറം ഒരു ദിവസം ഭദ്രൻ എന്നെ വന്ന് കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, സാറേ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ ഭദ്ര? ഈ സ്ഫടികം നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഡോൾബി അറ്റ്മോസും 4Kയിലാക്കി നമുക്കൊന്ന് റിലീസ് ചെയ്താലോ? ഞാൻ പറഞ്ഞു, അതിപ്പോൾ വർക്കൗട്ടാവോ ഭദ്ര? ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമ, ഒരുപാട് പ്രാവശ്യം ടി വിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടൊരു പടം ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ ആൾക്കാർ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞത് ഭദ്രൻ ചെയ്തോളൂ, ഭദ്രൻ എനിക്ക് ഇത്രയും വലിയ പടം ചെയ്തു തന്ന ആളല്ലേ, ഞാൻ ഒന്നും ചോദിക്കണം, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്ന കാരണം ഇതിൻ്റെ വർക്ക് ഒരുപാട് ഡിലേ ആയിപ്പോയി. 3 കൊല്ലം ഇതിന് കൊടുത്തു. പടം തീരാൻ 40 ദിവസത്തിൽ തീരേണ്ട പടം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് തീർന്നത്. അത് വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കൊല്ലം പിന്നെ എടുത്തു. ഇപ്പോൾ പടം റെഡിയായി, കോപ്പിയായി, അതിഗംഭീരമായിരിക്കുന്നു. വീണ്ടും ഹാറ്റ്സ് ഓഫ് ടു ഭദ്രൻ സാർ. പലരും ഈ സിനിമ ടെലിവിഷനിൽ കണ്ടു കാണും. പക്ഷേ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത്, ഈ അപ്ഡേറ്റ് ചെയ്തൊരു കോപ്പി എന്ന് പറഞ്ഞൊരു പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ കണ്ടു പടം. അപ്പോൾ പുതിയ ജനറേഷൻ തിയേറ്റർ കണ്ടിട്ടുണ്ടാവില്ല, പഴയ ജനറേഷൻകാർ വീണ്ടും കാണണം. അത്ര ഇമ്പാക്റ്റാണ് ആ പടത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. സൗണ്ടിൻ്റെയും പുതിയ ടെക്നോളജി എന്ന് പറയുന്നത് അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഭദ്രൻ. അപ്പോൾ എല്ലാവരും ഈ പടം വീണ്ടും ഒരിക്കൽ കൂടെ കാണണം എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു.